ഹായ് ഫ്രണ്ട്സ്, ബീജനം വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് ആവശ്യമുള്ള കൊക്കോ തൈകൾ നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ എളുപ്പമായി മുളപ്പിച്ചെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ കൃഷിയിടത്തിൽ ആവശ്യമായിരിക്കുന്ന കൊക്കോ തൈ, അതിൻ്റെ വിത്തുകൾ പാകി അതിൻ്റെ തൈകൾ എങ്ങനെ മുളപ്പിച്ചെടുക്കാം എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ കൃഷിയിടത്തിൽ നിന്ന് തന്നെ ശേഖരിച്ച നല്ല പഴുത്ത ഒരു കൊക്കോയാണ് ഇത്. ഇതാണ് നമുക്ക് ഇവിടെ പാകുവാൻ ആവശ്യമായിരിക്കുന്ന വിത്ത്. ആദ്യമായിട്ട് നമുക്ക് കുറച്ച് ചകിരി ചോറ് എടുത്തതിന് ശേഷമുള്ള അതിൻ്റെ നാരുകളാണ്. അത് വളരെ ശ്രദ്ധയോടുകൂടെ നമുക്ക് ഇങ്ങനെ പരത്തി ഇതിനകത്ത് നമുക്ക് വിതറിക്കൊടുക്കാം. ഞാനിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇതിനകത്ത് ആവശ്യമായ രീതിയിൽ നമുക്ക് എന്തോരമാണോ ആവശ്യം അത്രയും ചകിരികൾ നമുക്ക് ഇതിനകത്ത് വിടർത്തിയിട്ട് കൊടുക്കാം. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് നടുന്ന കൊക്കോയുടെ വേരുകൾ വളരെ സുഗമമായ രീതിയിൽ ജലാംശം വലിച്ചെടുക്കുന്നതിനും വേഗം അതിൻ്റെ തണുപ്പ്, നമ്മുടെ നട്ടു കൊടുക്കുന്ന വിത്തിനുള്ള തണുപ്പ് നഷ്ടപ്പെടാതിരിക്കുന്നതിനും വേണ്ടിയാണ് നമ്മൾ അടിഭാഗത്ത് ഇങ്ങനെ ചെയ്യുന്നത്. അതിന് ശേഷമായിട്ട് നമുക്ക് മണ്ണും പാറപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത മണ്ണാണ്, രണ്ടും കൂടെ ചേർന്നതാണ് നമ്മൾ ഇവിടെ വിടർത്തി ഇട്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ ഇതിനകത്തേക്ക് നിറച്ച് കൊടുക്കാം. ഇങ്ങനെ ഞാനിതിന് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ സിമെൻറ്റൊക്കെ തേക്കാനായിട്ട് ഉപയോഗിക്കുന്ന കത്തി. നമുക്ക് എന്ത് സൗകര്യപ്രദമായ രീതിയിൽ നമുക്ക് മണ്ണ് കോരിയിടാവുന്ന രീതിയിലുള്ള എന്ത് സാധനവും നമുക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു കത്തിയാണ്. അത് നമുക്ക് കോരിയിടുന്നതിനും അതുപോലെ തന്നെ അത് വിടർത്തിയിടുന്നതിനും ഒക്കെ നമ്മുടെ ഈ കൈക്ക് ഇണങ്ങിയതായിരിക്കുന്ന ഒരു ഉപകരണമായതുകൊണ്ട് ഞാനങ്ങനെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അതിൻ്റെ മണ്ണ് നിറച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചകിരികളൊന്നും എന്ത് ചെയ്യരുത്, പൊങ്ങി നിൽക്കരുത്. ചകിരികളും ഒക്കെ എവിടെയെങ്കിലും പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളതൊന്ന് അമർത്തി കൊടുക്കാം. ഇങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടെ വീണ്ടും നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ ആ മണ്ണ് ഇട്ട് കൊടുക്കാം. ഞാൻ മണ്ണ് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മുടെ മണ്ണ് ഇട്ട് തീരാറായിട്ടുണ്ട്. നമ്മുടെ കൊക്കോ വിത്തുകൾ പാകുന്നതിനാവശ്യമായിരിക്കുന്ന മണ്ണ് നമ്മൾ ഇട്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് നമ്മളെത്തി. ഇത്രയും മണ്ണാണ് നമുക്ക് ഈ വിത്തുകൾ പാകുന്നതിനായിട്ട് ആവശ്യമായിരിക്കുന്നത്. ചില ചകിരി ഭാഗങ്ങളൊക്കെ പൊങ്ങി നിൽക്കുന്നുണ്ട്, സാരമില്ല. അത് നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അത് അമർന്നുകൊള്ളും. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അതും തണുപ്പൊക്കെ ഏറ്റ് വെള്ളമൊക്കെ ഏറ്റ് അതും അമർന്നു പോകും. അതിന് ശേഷമായിട്ട് നമ്മൾ നടുവാനായിട്ട് എടുത്തിരിക്കുന്ന ഈ കൊക്കോ ഉണ്ടല്ലോ, അത് നമ്മൾ ഇങ്ങനെ പൊട്ടിക്കുകയാണ്. നന്നായി പഴുത്ത കൊക്കോയാണ്. ഇതാണ് നന്നായി പഴുത്തിട്ടുണ്ട്. ഈ വിത്തുകൾ ഇതിൻ്റെ ഈ പഴുത്തിരിക്കുന്ന ഇതിൻ്റെ പഴുപ്പ് ഉള്ള ഭാഗത്തോട് കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനകത്തേക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ലൈനായിട്ട് നമുക്കിതിനകത്ത് വെച്ച് കൊടുക്കാം. നമുക്ക് ഇത് മുഴുവനായിട്ട് തന്നെ ഇതിനകത്ത് വെച്ച് കൊടുക്കാനുള്ള സ്ഥലമുണ്ട്. ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ തൈകൾ വളരെ നിരനിരയായിട്ട് തന്നെ മുളച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ടും കഴിയും. ചെയ്യുന്നത്
നമുക്ക് വളരെ മനോഹരമായ നിലയിൽ തന്നെ ചെയ്യാനായിട്ട് കഴിയും. അതിനുവേണ്ടിയാണ് ഞാനിങ്ങനെ ഓരോന്ന് ലൈനായിട്ട് തന്നെ നടുന്നത്. നല്ല പഴുത്ത കൊക്കോ തന്നെ എടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇല്ലായെങ്കിൽ വാടിപ്പഴുത്തതോ അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ വിത്ത് നമുക്ക് മുളച്ച് അതിൻ്റെ തൈകളായി കഴിയുമ്പോൾ ആ തൈകളിൽ തന്നെ അതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മരത്തിൽ നിന്ന് തന്നെ പഴുത്ത നല്ല കൊക്കോയുടെ പഴമാണ് ഞാനിവിടെ ശേഖരിച്ച് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഴുത്ത വിത്തുകൾ എല്ലാം ഇവിടെ നിരത്തി വെച്ച് കഴിഞ്ഞു. ഇനിയും നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഇതിൻ്റെ മുകളിൽ വെച്ച് ഇട്ട് കൊടുക്കുവാനായിട്ട് കുറച്ച് ചകിരിയുടെ ചോറ് ഞാൻ നമ്മളടിയിൽ വിതറി കൊടുത്തിരിക്കുന്ന ചകിരി പറിച്ചെടുത്തപ്പോൾ അതിൽ നിന്ന് വീണിരിക്കുന്ന ചകിരിച്ചോറ് ഞാൻ ഒരു സിമൻറ്റ് ചട്ടിക്കകത്ത് ശേഖരിച്ചതാണ്. അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൊക്കോ വിത്തിന് ആവശ്യമായിരിക്കുന്ന തണുപ്പ് യഥേഷ്ടം കിട്ടുവാനായിട്ടിടയാകും. അതിനുവേണ്ടിയാണ് ഈ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുന്നത്. അതുമാത്രമല്ല അതിൻ്റെ വേര് ഓട്ടത്തിനും ഇത് വളരെ നന്നായിരിക്കും. അതിന് ശേഷം നമ്മൾ വിത്തുകളെല്ലാം നിരനിരയായി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മണ്ണിടാം. നമ്മുടെ കൊക്കോയുടെ കുരുവിൻ്റെ മുകളിലേക്ക് നമ്മൾ മണ്ണിടുകയാണ്. ഇതും മണ്ണും പാറപ്പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ. ഇത് നമ്മളിങ്ങനെ വിതറുകയാണ്. വിതറിയതിന് ശേഷം ഒത്തിരി ഇടണ്ട, നമുക്ക് ആ വിത്തൊന്ന് മൂടി കിട്ടുന്ന രീതിയിൽ മാത്രം ഇട്ടാൽ മതി. അങ്ങനെ വിതറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ മുകളിൽ വിത്ത് ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മണ്ണിട്ട് നമുക്ക് നികത്തി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ നികത്തിയതിന് ശേഷം എവിടെയെങ്കിലും മണ്ണ് പോരാതെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു സ്ഥലത്തും നമ്മൾ വിത്ത് തെളിഞ്ഞ് നിൽക്കരുത്. വെയിലടിച്ച് അല്ലെങ്കിൽ അത്രയും ഭാഗം തെളിഞ്ഞ് നിന്ന് നമ്മുടെ വിത്ത് ഡാമേജായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും വിത്തുകളെല്ലാം തന്നെ മണ്ണിൻ്റെ അടിയിൽ ആയി എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു കുപ്പിക്കകത്ത്, എൻ്റെ സൗകര്യത്തിന് വേണ്ടിയാണ് ഞാനിങ്ങനെ ആക്കിയത്. ഇതൊരു കുപ്പിക്കകത്ത് നമുക്ക് ആവശ്യാനുസരണം വെള്ളം ഇങ്ങനെ നനച്ച് കൊടുക്കാം. നനച്ച് കൊടുത്ത് കഴിയുമ്പോൾ ഈ വെള്ളം ഈ മണ്ണ് നനഞ്ഞ് ഇതിൻ്റെ അടിയിലുള്ള ചകിരിച്ചോറും നനഞ്ഞ് അതിൻ്റെ അടിയിലുള്ള മണ്ണ് നനഞ്ഞ് അതിൻ്റെ അടിയിലുള്ള ചകിരിയുടെ നാരുകളുണ്ട്, അവിടെ ചെല്ലുന്ന ആ തണുപ്പ് നിൽക്കും. അതുകൊണ്ട് നമ്മുടെ ഈ ഡിഷിനകത്ത് നട്ടിരിക്കുന്ന കൊക്കോ വിത്തുകൾക്ക് ആവശ്യമായിരിക്കുന്ന തണുപ്പ് കിട്ടും എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുകയാണ് ഇങ്ങനെ നമ്മൾ ഈ വിത്തുകൾ പാകുന്നതിലൂടെ. ഈ വിത്ത് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ മുളച്ച് വരും. മുളച്ച് വന്നതിന് ശേഷം അതിൻ്റെ നമുക്ക് ഈ ഡ്രയിൽ നിന്ന് മാറ്റാനുള്ള സമയമാകുമ്പോൾ നമുക്കിത് കൂടയിൽ ചാണകപ്പൊടിയും മണ്ണുമൊക്കെ ചേർത്ത ഉള്ള മിശ്രിതം നിറച്ച് നമുക്ക് തൈകൾ വളരെ സൂക്ഷ്മമായിട്ട് പറിച്ചെടുത്ത് അതിനെ നമുക്ക് അതിനകത്ത് ആ കൂടയ്ക്കകത്തേക്ക് മാറ്റാനും, അതിനുശേഷം നമ്മുടെ കൃഷിയിടത്തിൽ നമ്മൾ ഒരുക്കിയിരിക്കുന്ന കുഴികളിലേക്ക് അതിൻ്റെ വലിപ്പാനുസരണം നമുക്കവിടെ കൊണ്ടു നടുവാനും നല്ല നാടൻ കൊക്കോ കൃഷി നമുക്ക് ചെയ്യാനും നല്ല ഫലം നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനും കഴിയും. ഇനി നമുക്ക് കൃഷിയിടത്തിലേക്ക് കൊണ്ടുപോയാൽ മതി. അത് മുളച്ച് പാകമായി കഴിയുമ്പോൾ ഇത് മുളച്ച് വന്നതിന് ശേഷമുള്ള വീഡിയോ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതുവരെ നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു.